Dear students, good morning. Today we start a new lesson, diversity in social life. Diversity in social life. In this lesson we discuss about the different communities of Kerala. Here you can see a picture. This picture is related to tribal people. This picture is related to tribal people. Who were the tribes? A group of people who live in particular area and speak a language unique to them is called a tribe. They follow unique custom and rituals. Generally they live either to forest and hills or to the interior part and isolated valleys. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്, കേരളത്തിൽ ജീവിക്കുന്ന ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ എന്താണ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ലിവ് ഇൻ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുന്ന ഒരു സംഘം ആളുകൾ, ഒരു ഗ്രൂപ്പ് ആളുകൾ, അവർ സ്പെഷ്യൽ ലാംഗ്വേജ് ആയിരിക്കും സംസാരിക്കുക. അവർക്ക് മാത്രം അറിയുന്ന ഒരു യുണീക്ക് ലാംഗ്വേജ് ആയിരിക്കും സംസാരിക്കുക. ദേ ഫോളോ യുണീക്ക് കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ആൾസോ. അവരെവിടെയാണ് താമസിക്കുന്നത്? ജനറലി ദേ ലിവ് ഇൻ ഫോറസ്റ്റ് ആൻഡ് ഹിൽസ്, അല്ലെങ്കിലോ ഇൻറ്റീരിയർ പാർട്സ് ആൻഡ് ഏരിയയിൽ, ഉൾപ്രദേശങ്ങളിലും അതുപോലെ ഐസൊലേറ്റഡ് വാലീസ്, ഒറ്റപ്പെട്ട താഴ്വരകളിലൊക്കെയാണ് അവർ. Can you name the tribal communities of Kerala? They were Paniyars, Kurichars, Malayas, Malavedas, Adiyans, Cholanaikan, Kanikas, Pulayas, Irulas, etc. Generally, the tribal settlements are located in hills, forests or isolated valleys. Traditional type of cultivation and gathering of forest products are the means of living of their tribes. Every tribal society has its own language. സാധാരണ അവർ ജീവിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. ഓരോരുത്തരും അവർക്ക് എന്തായിരുന്നു അവരുടെ ജീവിത മാർഗം? ട്രഡീഷണൽ കൾട്ടിവേഷനും അതുപോലെ ഫോറസ്റ്റിൽ നിന്നുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുക. അതായത് തേന്, ആനക്കൊമ്പ്, അങ്ങനെയുള്ള മെഡിസിനൽ പ്ലാന്റ്സൊക്കെ പോലെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വിൽക്കലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ഓരോ ട്രൈബൽ പീപ്പിളിനും ഓരോ ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ആ ലാംഗ്വേജ് പരസ്പരം, ഇപ്പോൾ കുറിച്യാർസിൻ്റെ ലാംഗ്വേജ് പണിയാഴ്സിന് അറിയില്ല, പണിയാഴ്സിൻ്റെ ലാംഗ്വേജ് അത് കാണിക്കാസിന് അറിയില്ല. അങ്ങനെ ഒരു ട്രൈബൽ ഗ്രൂപ്പിന് അറിയുന്ന ലാംഗ്വേജ് മറ്റൊരു ഗ്രൂപ്പിന് അറിയണമെന്നില്ല. ഡിഫറെൻ്റ് ആയിരുന്നു ഓരോ ട്രൈബൽ ഗ്രൂപ്പിൻ്റെയും ലാംഗ്വേജസ്. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് tribal groups? Generally the tribal settlements are located in the hills, forest or isolated valleys. Traditional type of cultivation and gathering of forest products are the means of living of these tribes. Every tribal society has its own language. These are the main features of tribal people. Okay, here is a table of some words. These words are used by the Malaya tribe of Kerala. Read it. The tribes have their own peculiar lifestyle. They live in close contact with the nature. Geographical features have an important role in formulating the social life of these people. Here is the pictures of some equipments they used. Can you see? Can you identify these pictures? First one, boomerang. Some students will use it. Some students have familiar with it. Boomerang. Next one is kurut. Kurut is used for fishing. Next one is bow and arrow. The tribes were not of the habit of recording
their history. So, their myths, folk songs, and local knowledge are not that familiar to others. Their ethnic art forms or rituals still prevail through with changes. ഈ ട്രൈബ്സിന് അവരുടെ ഹിസ്റ്ററി എഴുതി വയ്ക്കുന്ന ശീലം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫോക്സും മിത്സും കഥകളും അതുപോലെ അവർക്ക് ഒരുപാട് അറിവുകളുണ്ട്. പ്രകൃതിയെക്കുറിച്ച് ഒരുപാട് അറിവുകളുണ്ട്. മെഡിസിനൽ പ്ലാന്റിനെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചൊക്കെ അവർക്ക് ഒരുപാട് അറിവുകളുണ്ട്. പക്ഷേ ഇതൊന്നും മറ്റുള്ളവർക്ക് അറിയില്ല. കാരണം എന്താണ്? അവർ എഴുതി വെച്ചിരുന്നില്ല. എന്ന കാരണത്താൽ മറ്റുള്ളവർക്ക് അത് അറിയാൻ പാടില്ല. ഓക്കെ. The place where the tribal people live together is known as Ur. Each Ur has a leader. ഓരോ പ്ലേസും ഇവർ താമസിച്ചിരുന്ന ഓരോ ട്രൈബൽ ഗ്രൂപ്പ് താമസിച്ചിരുന്ന ഓരോ പ്ലേസും അറിയപ്പെട്ടിരുന്നത് ഊര് എന്ന പേരാണ്. ഓരോ ഊരിനും ഒരു ലീഡർ ഉണ്ടായിരുന്നു. പീപ്പിൾ റെസ്പെക്റ്റീവ്ലി കാൾ ഹിം ഊര് മൂപ്പൻ. ദ മൂപ്പൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് സീനിയർ members including the Moopan look after the administration of the Ur. Either the Moopan or the elderly group will have the supreme power in taking decision on matters like marriage, other disputes, customs, rituals, etc. ഊര് മൂപ്പനും അതുപോലെ എൽഡർലി മെമ്പേഴ്സ്, പ്രായമായ ആ പ്രദേശത്തെ മെമ്പേഴ്സും കൂടിയാണ് ഈ ഊരിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണം നടത്തിയിരുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളായ വിവാഹം, അതുപോലെ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആചാരങ്ങൾ, വിനോദങ്ങൾ, ഇതിലൊക്കെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇവരായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് റൂറൽ കമ്മ്യൂണിറ്റി. ഹിയർ ഈസ് എ പിക്ചർ അബൌട്ട് ദി റൂറൽ community. What are the features of a rural community? People of rural area are close to each other and know each other. പരസ്പരം ഗ്രാമപ്രദേശങ്ങളിൽ പരസ്പരം ക്ലോസ് ആയിരിക്കും ആളുകൾ, പരസ്പരം അറിയുകയും ചെയ്യും. Their clothes are simple and so are their lifestyle. ക്ലോത്ത്സ്, അവരുടെ ഡ്രസ്സിങ് സിമ്പിളായിരിക്കും, അവരുടെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കും. അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ ഓഫ് ദി ട്രഡീഷണൽ റൂറൽ കമ്മ്യൂണിറ്റീസ്. അഗ്രികൾച്ചറും അതിനോടനുബന്ധിച്ച വർക്ക്സുമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലികൾ. കാറ്റിൽ റിയറിംഗ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആർ ആൾസോ ദെയർ മീൻസ് ഓഫ് ലിവിങ്. കാറ്റിൽ റിയറിങ്ങും അവരുടെ ജീവിതമാർഗമാണ്, ഹാൻഡിക്രാഫ്റ്റ്സും ജീവിതമാർഗമാണ്. അതുപോലെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഹാഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ട്രഡീഷണൽ വില്ലേജ്. ജോയിൻറ്റ് ഫാമിലിയാണ് ഉണ്ടാവാറ്. മെനി ജോയിൻറ്റ് ഫാമിലീസ് ഹാഡ് ദെയർ ഓൺ ട്രഡീഷണൽ ഒക്യുപ്പേഷൻ അണ്ടർടേക്കൻ ബൈ ദെയർ ക്ലാൻ. വില്ലേജ് ഗീവ് ഇമ്പോർട്ടൻസ് നെയ്ബർഹുഡ് റിലേഷൻ. അയൽവാസികൾക്ക് അല്ലെങ്കിൽ അയൽവാസി ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് ഗ്രാമപ്രദേശത്തിൽ ഉള്ളവർ. ദേ ഷെയർ ആൻഡ് കെയർ ഫോർ ഈച്ച് അതേഴ്സ് ഹാപ്പിനെസ് ആൻഡ് സോറോ. പരസ്പരം അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ അതുപോലെ സന്തോഷങ്ങളും പങ്കുവെക്കും. ഓക്കെ. വില്ലേജ് ഹെൽപ്പ് അതേഴ്സ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. ഫെസ്റ്റിവൽസ് ഹാവ് എ ഗ്രേറ്റ് പ്ലേസ് ഇൻ ദി വില്ലേജ്. ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി rural community. Here you can see a table. Can you identify some of the occupation that were prevalent in villages? You should write this table. Okay. Next is changing village. What is changing village? Many of the villages do not retain their original form anymore. ഇന്ന് വില്ലേജുകളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ, വില്ലേജിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജസ് ട്രാൻസ്ഫോം ഇൻ ടു ടൗൺസ് ഇൻ ടു സിറ്റീസ് ആൻഡ് സം സിറ്റീസ് ഇൻ ടു മെട്രോ സിറ്റീസ്. വില്ലേജുകൾ എന്തായി മാറുന്നു? ടൗണുകളായി മാറുന്നു. ടൗണുകൾ സിറ്റികളായി മാറുന്നു. ചില സിറ്റികൾ മെട്രോ സിറ്റികളായി മാറുന്നു. ഇനി അത് തിരിച്ചു വരാൻ പ്രയാസമാണ്. The cities, what is the peculiarity of the cities? The cities attract the village folk.
സിറ്റികൾ വില്ലേജിലുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നു. ഓഫറിങ് എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്? ഓഫറിങ് ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ എക്സെട്ര. ജോലിയിൽ ബെറ്ററായിട്ടുള്ള ജോലി ഓഫർ ചെയ്യുന്നു. അതിൽ ബെറ്റർ എഡ്യൂക്കേഷൻ സിറ്റികളിലാണ് കിട്ടുക. ഏറ്റവും നല്ല ജോലികൾ സിറ്റികളിലാണ് കിട്ടുക. അങ്ങനെ വില്ലേജ് പീപ്പിൾസിനൊക്കെ, വില്ലേജ് ഫോക്സൊക്കെ എന്ത് ചെയ്യുന്നു? ദേ മൈഗ്രേറ്റ് ടു സിറ്റീസ്. എല്ലാവരും സിറ്റിയിലേക്ക് മാറി താമസിക്കുകയാണ്. ലൈക്ക് മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂരു, കൊച്ചി എക്സെട്ര. നെക്സ്റ്റ് അബൌട്ട് അർബൻ കമ്മ്യൂണിറ്റി. ഹിയർ ഈസ് എ ലെറ്റർ of Sheena. You should read it. Okay. Here you can see the rush and crush of the city in this letter. What are the features of the city's center of diversity? Center of diversity, വെറൈറ്റികളുടെ നാടാണ് സിറ്റി എന്ന് പറയുന്നത്. സ്പീക്ക് മെനി ലാംഗ്വേജസ്, ഒരുപാട് ലാംഗ്വേജുകൾ അവിടെ സംസാരിക്കുന്നത് കേൾക്കാം. കാരണം പല പ്രദേശങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും. ചില ഭാഗത്ത് മലയാളം സംസാരിക്കുന്നത് കേൾക്കാം, ചിലത് ഹിന്ദി ആയിരിക്കും, ചിലർ കർണാടക സംസാരിക്കുന്ന, ആസാമിസ് സംസാരിക്കുന്നുണ്ടാവും. ബാംഗ്ലൂരൊക്കെ പോയാൽ അങ്ങനെയാണ്. മുംബൈ, ബാംഗ്ലൂരൊക്കെ പോയാൽ, ചെന്നൈയിലൊക്കെ പോയാൽ അങ്ങനെ. വിയർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ്, അല്ലേ? പല തരത്തിലുള്ള വസ്ത്രങ്ങൾ അവിടെ കാണാൻ പറ്റും. പല തരത്തിലുള്ള കേരളീയരുടെ ഡ്രസ്സ് കാണാൻ പറ്റും, തമിഴ്നാട്ടുകാരുടെ ഡ്രസ്സ് കാണാൻ പറ്റും, ബോംബെക്കാരുടെ ഡ്രസ്സ്, പഞ്ചാബീസ് എല്ലാവരെയും കാണാൻ പറ്റും. ഫോളോ ഡിവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്. ഇതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഭാഗത്തുള്ള പോലെയല്ല. നമ്മൾ താമസിക്കുന്നിടത്ത് എല്ലാവരും ഒരുപോലെ അരിഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ അങ്ങനെയല്ല. ചിലർ പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരായിരിക്കും. ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻ, പല തരത്തിലുള്ള ജോലികളുള്ളവർ. ഒക്യുപ്പേഷൻ റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ് ആർ ഫോംഡ് ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷൻ. ഈ ഒക്യുപ്പേഷൻ്റെ ബേസിൽ എന്തായിരിക്കും? സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ് ഫോം ചെയ്യും. സാമൂഹ്യ സാമ്പത്തികമായ ഗ്രൂപ്പുകൾ ഫോം ചെയ്യും. ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ളവർ ഒരു ഗ്രൂപ്പായിരിക്കും. അതേപോലെ ഡോക്ടേഴ്സ് വേറൊരു ഗ്രൂപ്പായിരിക്കും, അഡ്വക്കേറ്റ്സ് വേറൊരു ഗ്രൂപ്പായിരിക്കും. അങ്ങനെ പല ഗ്രൂപ്പുകൾ ഫോം ചെയ്യും. ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻസ് ഗിവ് ബർത്ത് ടു ഡിഫറെൻറ്റ് ലേബർ ഓർഗനൈസേഷൻ. സെൻറ്റേഴ്സ് ഓഫ് ലാർജ് ബിൽഡിങ്സ്, വലിയ വലിയ ബിൽഡിങ്സാണ് അവിടെ കാണുക. എങ്ങനെയുള്ളതായിരിക്കും? ഫ്ലാറ്റ്സ്, മാൾസ്, സൂപ്പർ മാർക്കറ്റ്, ബംഗ്ലാവ്, ഇങ്ങനെയുള്ളതാണ് സിറ്റികളിൽ കാണാൻ പറ്റുള്ളൂ. അർബൻ ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, പലതരത്തിലുള്ള ഫാഷൻസ് കാണാം. മോഡേൺ ലൈഫ് സ്റ്റൈൽ, ഡിവേഴ്സ് ലൈഫ് സ്റ്റൈൽ, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, നല്ല തിക്ക് തിരക്കുള്ള പോപ്പുലേഷനായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ലംസ്. വാട്ട് ഇസ് മീൻ ബൈ സ്ലംസ്? തെരുവുകളിൽ ജീവിക്കുന്ന ആളുകൾ. ചെറിയ ചെറിയ ടെൻറ്റൊക്കെ കെട്ടി ധാരാളം ആളുകൾ ഈ സിറ്റിയുടെ, ഡൽഹിയിലൊക്കെ പോയ ധാരാളം ആളുകളെ കാണാവുന്നതാണ്. തെരുവുകളിൽ ടെൻറ്റ് കെട്ടി ഏറ്റവും പാവങ്ങളായി ജീവിക്കുന്നവരെയും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഹിയർ ഈസ് എ പിക്ചർ ഷോവിങ് ദ പ്രോബ്ലംസ് ഓഫ് സിറ്റീസ്. സിറ്റീസ് അട്രാക്ട് മനി, but there are reasons for cities to be disliked as well. This picture shows the traffic congestion or traffic jam in a city. The multitude of vehicles causes air pollution. എയർ പൊല്യൂഷന് കാരണമാകുന്ന അത്ര എന്തായിരിക്കും? ഇരട്ടിക്കിരട്ടി വാഹനങ്ങൾ അവിടെ ഉണ്ടാവും. എന്താണ് എയർ പൊല്യൂഷൻ ഉണ്ടായ? ദിസ് ലീഡ് ടു മെനി ഡിസീസ്. Next problem is the variation between upper class and lower class. Both the upper class who enjoy all comfort in life. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഉയർന്നവരും താഴ്ന്നവരും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ആളുകൾ, ഉയർന്നവർ, അതായത് സാമ്പത്തികമായിട്ട് ഉയർന്നവർ, ഹു എൻജോയ് ഓൾ കംഫർട്ട് ഇൻ ലൈഫ്, ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കുന്നവരാണ് സിറ്റിയിൽ. ആൻഡ് ദ പുവർ ലോവർ ക്ലാസ്. ലോവർ ക്ലാസ് ആണെങ്കിലോ ഇൻ സ്ലംസ് ലിവ് ഇൻ ദി സിറ്റീസ്. അവർ പാവപ്പെട്ടവരായിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരാണ്. ഇത് രണ്ടും ഒരുപോലെ സിറ്റിയിൽ കാണാൻ പറ്റും. മെനി ഓഫ് ദ പ്രോബ്ലംസ് ഇൻ ദി സിറ്റീസ് അഫക്റ്റഡ് ആൾ ഓഫ്. ഹിയർ യു ക്യാൻ സീ ദ റെമഡീസ്. എ ചാർട്ട് അബൌട്ട് ദി റെമഡീസ് ടു ദി പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. What are the remedies? Systematic planning, eco-friendly construction, housing policy, basic facilities for make life
easy. Okay, in this lesson we studied about different styles of life: tribal community, village community and urban community and their features. Dear students, here I conclude my class. I will send some questions, you answer it. Okay, thank you.